എല്ലാ കൂട്ടുകാർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നമുക്ക് ബാലിന്റെയും കോമതിയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് ആരും പറഞ്ഞിട്ട് പോയ വാക്കുകളൊക്കെ ഇട്ടും ഇത്ര ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുകയാണ്. എല്ലാവരുടെ മുന്നിൽ മാത്രമാണോ ആരും തന്നെ ഭാര്യയായിട്ട് കണക്കൂട്ടുന്നത്, അല്ലാതെ തന്നോടൊരു ഇഷ്ടമില്ലേ എന്നൊരു ചിന്തയൊക്കെ മനസ്സിലേക്ക് വരുന്നുണ്ട്. ഈ സമയം മീനാക്ഷി ഗോമതിയും കൂടെ സംസാരിച്ചോണ്ടിരിക്കുക. ഗോമതി പറഞ്ഞു, എനിക്ക് ഭയങ്കര സന്തോഷമായെന്ന് പറയാ. എന്താമ്മേ? അല്ല, ആരും മിത്രയ്ക്ക് വേണ്ടിയിട്ട് സംസാരിച്ചല്ലോ, മിത്രനെ ചേർത്ത് പിടിച്ചല്ലോ. നമ്മൾ എങ്ങനെയൊക്കെ പ്രതീക്ഷയാണ് മോളേന്ന് ചോദിക്കുക. അത് ശരിയാ, പതുക്കെ പതുക്കെ കണ്ടോ അമ്മ, അധികം വൈകാതെ തന്നെ അവർ രണ്ട് സെറ്റ് ആവുന്നേ. അവരുടെ കാര്യത്തില് ഒരു ടെൻഷനും വേണ്ട. നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ഒന്നും അല്ല ആരിന്, അവൻ ആളും മിടുക്കനല്ലേന്ന് ചോദിക്കുക. ഗോമതി പറഞ്ഞു, അതൊക്കെ ശരി തന്നെയാ, പക്ഷെങ്കില് ബാലേട്ടനോട് അങ്ങനെ നേർക്കുന്നോട് സംസാരിച്ച അപ്പൊ ഒരു വിഷമം തോന്നിന്ന് പറയണ. ബാലേട്ടനെ എതിർത്ത് സംസാരിച്ചപ്പം അമ്മേ, അതിനകത്തൊന്നും വലിയ കഥയില്ല. പിന്നെ ആരുടെ സ്വഭാവം അറിയാലോ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ നേരെ വാ നേരെ പോ, മുഖത്ത് നോക്കി കാര്യം പറയും. അവരച്ഛനും മോനും അല്ലേ, അവർ തമ്മിലുള്ള പ്രശ്നം അവർ തമ്മിൽ തീർത്തോളും. അവർ തമ്മിലുള്ള പ്രശ്നമൊന്നുമില്ല. ഇപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചെന്നോർത്ത് എന്താ കുഴപ്പമിരിക്കുന്നേ? പറയാനുള്ളത് മുഖത്ത് നോക്കി പറഞ്ഞു തീർക്കണം. അല്ലാതെ അവിടെ ഇവിടെ നിന്ന് കുശൂശിക്കൊന്നും അല്ല ചെയ്തേ. അത് ഡീസന്റ് ആയിട്ടുള്ള കാര്യമാണെന്ന് പറയണിത്. അപ്പോഴേക്കാണ് മിത്ര ഒരു പുഞ്ചിരിയോട് കൂടിയിട്ട് അങ്ങോട്ട് വരുന്നേ. പെട്ടെന്ന് ഗോമതിനെ മീനാക്ഷിനെ കണ്ടു കഴിഞ്ഞപ്പത്തിന് ചിരി അങ്ങോട്ട് മാഞ്ഞു. പെട്ടെന്ന് ഗോമതി ചെന്താ ഇത്രയുടെ സമയം ചിരിയായിട്ട് വന്നിട്ട് ഞങ്ങളെ കണ്ടു കഴിഞ്ഞപ്പത്തിനും പെട്ടെന്ന് അങ്ങോട്ട് ചിരി അങ്ങോട്ട് മാഞ്ഞു നിൽക്കും. ഒന്നുമില്ലാന്ന് പറയണ. മീനാക്ഷി പറഞ്ഞു, ഒന്നുമില്ലാന്നൊന്നും പറയണ്ട, കാര്യങ്ങളൊക്കെ മനസ്സിലായി ഞങ്ങൾക്ക്. അതെ, ആരും പണ്ടത്തെ പോലെ അല്ല, ഇപ്പൊ ഭയങ്കര സ്നേഹമല്ലേന്ന് ചോദിക്കണം. ഒന്ന് പോയി ചേച്ചി അവിടെ നിന്ന് പറയാം. പിന്നെ പിന്നെ ഞങ്ങൾക്കെല്ലാം മനസ്സിലാവുന്നുണ്ട്. ആ സംസാരം കൊഞ്ചലും ചിരിയൊക്കെ എല്ലാം ഞങ്ങൾക്ക് മനസ്സിലായെന്ന് പറയാണ്. ഗോമതി പറഞ്ഞു, അത് ശരിയാന്ന് പറയാണ്. രണ്ടുപേരും കൂടെ കൂടിയിട്ട് മിത്രനെ ഞങ്ങളെ കളിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ശ്രീദേവിയുടെ വരവ്. ശ്രീദേവി വന്നിട്ട് പറഞ്ഞു, അല്ല, എനിക്കൊരു കാര്യം പറയാണ്ടമ്മേന്ന് പറയണം. എന്താ മോളെ, എന്താ പറയാനുള്ളതെന്ന് ചോദിക്കുക. അത് പിന്നെ ആരും ചെയ്ത് ശരിയാണോ അമ്മേന്ന് ചോദിക്കുക. എന്തു പറ്റി? അല്ല, നേർക്ക് നേർന്ന് സംസാരിക്കാൻ കൊള്ളാവോ? ഒന്നും അല്ലേലും പ്രായത്തിന് മൂത്ത ആളല്ലേ, ആ ബഹുമാനമൊക്കെ കൊടുത്ത് വേണ്ടേ സംസാരിക്കാനായിട്ട്. എന്നിട്ടോ ഇങ്ങനെയൊക്കെ ആണോ ചെയ്യുന്നതെന്ന് ചോദിക്കാം. മീനാക്ഷി പറഞ്ഞു, അതിലിപ്പോ എന്താ തെറ്റിരിക്കുന്നേ? നമുക്ക് ശരിയെന്ന് തോന്നുന്നത് നമ്മുടെ ആരുടെ മുഖത്ത് നോക്കിയാലും പറയണം. അതിനിപ്പോ അച്ഛനെന്നോ അമ്മയെന്നോ ആരും ഒന്നും ഇല്ല. നമ്മൾ പേടിച്ചു പറിച്ച് നിൽക്കേണ്ട കാര്യമൊന്നുമില്ല. ആ കാലമൊക്കെ പോയി. മീനാക്ഷി ശ്രീദേവി അടുത്ത് ഇത് ഏത് കാലത്തെ ജീവിക്കണം എന്ന് ചോദിക്കാം. ഇത് കേട്ടപ്പോ ശ്രീദേവി പറഞ്ഞു, എന്നാലും അതത്ര ശരിയായ കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല എന്നൊക്കെ ശ്രീദേവി വലിയ ജാടയിട്ട് അങ്ങോട്ട് പറയണം. ആ സമയം മീനാക്ഷി പറഞ്ഞു, അതൊക്കെ ശ്രീദേവി അടുത്തിട്ട് തോന്നല് മാത്രം, അവരച്ഛനും മോനും അവരിങ്ങനെയൊക്കെ തന്നെയാന്ന് പറയണം. അപ്പോഴേക്കും ഗോമതി പറഞ്ഞു, എനിക്കെന്തോ നല്ലൊരു ക്ഷീണം തോന്നുന്നു, ഞാൻ പോയി കുറച്ചേരം റെസ്റ്റ് എടുക്കട്ടെ എന്നങ്ങ് പറഞ്ഞുകൊണ്ട് പോവാണ്. അപ്പോഴേക്കും മീനാക്ഷി പറഞ്ഞു, എനിക്കും കുറച്ച് ജോലിയുണ്ട്. മിത്ര പറഞ്ഞു, എനിക്ക് കുറച്ച് പഠിക്കാനുണ്ട് എന്നും പറഞ്ഞിട്ട് നൈസായിട്ട് അവർ മൂന്നുപേരും അവിടെ നിന്ന് സ്കൂട്ടാവണം. അവർക്ക് മനസ്സിലായി ഒരു കുത്തിത്തിരിപ്പുണ്ടാക്കാനുള്ള മൂടി വന്നാണ് ശ്രീദേവി. അതിന് നിന്ന് കൊടുത്താലേ കുഴപ്പമുള്ളൂ. അങ്ങ് പതുക്കെ ഒഴിഞ്ഞു മാറിയേക്കുവാണെങ്കിൽ പിന്നെ ഒരു കുഴപ്പമില്ലല്ലോ എന്ന് കരുതി അവരും കൊടുക്കി പോയി. ശ്രീദേവി ഇങ്ങനെ ആലോചിച്ചു, എന്താ എന്തേലും ആട്ടെ എന്നോർത്ത് ശ്രീദേവി അങ്ങോട്ടേക്ക് മുറിയിലേക്ക് പോവാണ്. അപ്പോഴാണ് ഫോൺ ബെല്ലടിക്കുന്നത്. നോക്കിക്കഴിഞ്ഞപ്പോ ശ്രീകലയാണ് വിളിക്കുന്നത്. അമ്മേ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ ചോദിക്കാം. ഇവിടെ എന്ത് വിശേഷം, എന്നത്തെ പോലെ തന്നെ ഇന്നെന്ന് പറയാം. അല്ല, മോൾക്ക് അവിടെ സുഖമാണെന്ന് ചോദിക്കാം. കുഴപ്പമില്ലമ്മേന്ന് പറയണ. അത് പിന്നെ ഒരു കാര്യം പറയാൻ വേണ്ടി ഞാൻ വിളിച്ചതെന്ന് പറയും. നമ്മുടെ മുല്ലശ്ശേരിയിലെ ശാരദ ചിറ്റയില്ലേന്ന് ചോദിക്കും. മനസ്സിലായി, ശാരദ ചിറ്റ വിരുന്നിന് വിളിച്ചിട്ടുണ്ടെന്ന് പറയാം നിങ്ങളെ രണ്ടുപേരെ. അല്ല, ചിറ്റ അന്ന് കല്യാണത്തിന് വന്നില്ലോ, ചിറ്റയ്ക്ക് വരാൻ പറ്റിയില്ല, അതുകൊണ്ടാ കല്യാണത്തിന് വരാത്തോണ്ട് വിരുന്നിന് ക്ഷണിച്ചിരിക്കുന്നു പറയണം. അങ്ങനെയല്ലേ? അല്ല, നാളെ ക്ഷണിച്ചിരിക്കുന്ന, നാളെ വരില്ലേന്ന് ചോദിക്കുക. അത് പിന്നെ ഞാൻ ആനന്ദേട്ടനോടും കൂടെ ഇത് ചോദിക്കട്ടെ എന്ന് പറയാം. എടി, നിനക്ക് സ്വന്തമായിട്ടൊരു തീരുമാനം ഇല്ലേ? നീ ആള് കൊള്ളാലോ, ഇപ്പോഴും നീ ആനന്ദിന്റെ വാലെ തൂങ്ങിയാണ് നടക്കുന്നേ. അതൊക്കെ മാറ്റാറായി പറഞ്ഞു കേട്ടല്ലോ. നീ പറയുന്ന പോലെ വേണം ആനന്ദ് അനുസരിക്കാനായിട്ട്. അയ്യോ, അത് പിന്നെ അമ്മേ, എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. സ്വന്തമായിട്ടൊരു തീരുമാനം എടുക്കാൻ മേലെ ആനന്ദിനോട് പറയണം നാളെ പോണം, അത്രേ ഉള്ളൂ. അതിനപ്പുറത്തേക്കൊന്നും ഇല്ലാന്ന് പറയണം. ശരി, ഞാൻ നോക്കാന്ന് പറയാം. പിന്നെ നിന്റെ ആ ആഭരണങ്ങളൊക്കെ എവിടെ വെച്ചിരിക്കുന്നേ? അതിവിടെ ഉണ്ട്, വരുമ്പോ നാളെ അതും കൂടെ എടുത്തോണ്ട് വരാൻ പറയണം. അമ്മ, അതെങ്ങനെ ഇപ്പൊ എടുത്തോണ്ട് വരുന്നേ? അതെടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടെ 100 ചോദ്യങ്ങൾ ഉണ്ടാവില്ലേ? എടി മരമണ്ടി, അത് അവിടെ വെച്ചോണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ പിന്നെ എങ്ങനെ കാര്യങ്ങൾ ശരിയാവുന്നേ? അത് മുക്കുപണ്ടമാണെന്ന് തെളിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നിനക്ക് അവിടെ നിൽക്കാൻ പറ്റുമോ? അതിങ്ങ് എടുത്തോണ്ട് വാ, അമ്മ കൊണ്ട് ലോക്കറി വെക്കൂന്നൊക്കെ പറഞ്ഞാൽ മതി. എന്നാ പിന്നെ അതോടുകൂടി പ്രശ്നങ്ങൾ അങ്ങ് തീരില്ലേ? അല്ലെങ്കിൽ നീ അവിടെ ഇരിക്കുന്നിടത്തോളം കാലം നിന്റെ തലയ്ക്ക് മുകളിൽ ഒരു വാള് നിൽക്കുന്ന പോലെ ആയിരിക്കും. ശരി, സമ്മതിച്ചെന്നൊക്കെ പറയണം.
അങ്ങനെ ഫോൺ കട്ട് ചെയ്തിട്ട് പിന്നെ ശ്രീദേവി ഇങ്ങനെ ആലോചിക്കുക എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. വല്ലാത്തൊരു വിമിഷ്ടമായിപ്പോയി. അപ്പോഴേക്കുമാണ് ആനന്ദിന്റെ ഫോൺ കോൾ വരുന്നേ. കോളെടുത്തു. ആ പറ ആനന്ദേട്ടാ എന്ന് പറയണ. അല്ല ദേവി നോക്കിയിരിക്കുവായിരുന്നു തന്നെ. ഞാൻ ഓർത്തായിരുന്നു ആനന്ദേന്റെ കാര്യം. അല്ല ആനന്ദേണ്ട എന്താ ഇപ്പൊ വിളിച്ചെന്ന് ചോദിക്കുക. ഒന്നുമില്ലാന്ന് പറയണ. വെറുതെ ദേവിയുടെ ശബ്ദം ഒന്ന് കേൾക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആനന്ദേണ്ണെ വിളിക്കണമെന്ന് കരുതി ഇരിക്കുവായിരുന്നു. എന്താ ദേവി എന്ത് പറ്റിയെന്ന് ചോദിക്കുക. എന്തെങ്കിലും പ്രശ്നമുണ്ടോ അവിടെ? അതൊന്നും അല്ല ആനന്ദേട്ടാ. പിന്നെന്താ കാര്യം? അതെ എൻ്റെ ഒരു ചിറ്റയുണ്ട്, ശാരദ ചിറ്റ. അപ്പൊ ചിറ്റയുടെ വീട്ടിലേക്ക് വിരുന്നിന് ക്ഷണിച്ചിട്ടുണ്ട് നാളെ. അപ്പൊ നമുക്ക് നാളെ അവിടം വരെ ഒന്ന് പോയാലോ ആനന്ദേട്ടാന്ന് ചോദിക്കുക. പോണോ? പോവുക ചെയ്യാം, പക്ഷെ നാളെ ലീവ് എടുക്കുന്നില്ല എന്ന് പറയാണ്. അതെന്താ? ഇവിടെ തിരക്കുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. കല്യാണത്തിന്റെ വകുപ്പില് കുറച്ച് ലീവ് എടുത്തിട്ടുണ്ടായിരുന്നു. അല്ല ആനന്ദേണ്ണന് ബുദ്ധിമുട്ടാണെങ്കിൽ വേണ്ടാന്ന് പറയാ. ബുദ്ധിമുട്ടാ? എന്ത് ബുദ്ധിമുട്ട്? ഒരു ബുദ്ധിമുട്ടും ഇല്ലാന്ന് പറയാണ്. അതെ വിഷമിക്കൊന്നും വേണ്ട, നമുക്ക് നാളെ പോവാന്ന് പറയണ. ശ്രീദേവി ഫുഡ് കഴിച്ചോന്ന് ചോദിക്കും. ഇല്ല കഴിച്ചില്ല. അതെ ഞാൻ കുറെ കറികളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെന്ന് പറയാം. പിന്നീട് മെഴുക്കുവരട്ടിയുടെ കാര്യവും ചമ്മന്തിയുടെ കാര്യവും തോരൻ കറിയുടെ ചാറിന്റെ കാര്യം എല്ലാം അങ്ങനെ പറയണം. ഒരു 5-6 കൂട്ടം കറിയുടെ പേര് പറഞ്ഞു. ഇതെല്ലാം എന്റെ വീട്ടിലുണ്ടാക്കിയതാണെന്ന് ചോദിക്കും. അതേന്ന് പറയണം. എന്നാ വൈകുന്നേരം അതെല്ലാം കൂട്ടി ഒരു പിടിയും കൂടെ പിടിക്കണമല്ലോ എന്ന് പറയണം. അതെ വൈകുന്നേരം വേറെ കറിയാന്ന് പറയണം. വൈകുന്നേരം വേറെ കറിയാണോ? സമ്മതിച്ച് തന്നിരിക്കുന്നു പറയണം. ഈ സമയം ആനന്ദ് പറഞ്ഞു, എനിക്ക് ആ കറിയൊന്നും കൂട്ടാനുള്ള യോഗം ഇല്ലോ എന്ന് പറയാം. ആനന്ദേണ്ട എന്താ കഴിക്കണേ? ഞാൻ ആ ഹോട്ടലിൽ പോയി ഉണക്ക ചോറും പുളിച്ച സാമ്പാറും അതൊക്കെ ആയിരിക്കും തിന്നണേന്ന് പറയാം. ഇനിയിപ്പോ എന്ത് ചെയ്യും? എന്ത് പറ്റി? നോക്കട്ടെ എന്തേലും പോംവഴി ഉണ്ടോ എന്നിട്ട് നോക്കട്ടെ എന്ന് പറയണേ. എന്തിനും? അതൊക്കെ ഉണ്ട്. ആനന്ദേട്ടൻ ധൈര്യമായിട്ട് ഇരിക്കുക എന്നൊക്കെ പറഞ്ഞോണ്ട് ശ്രീദേവി കോള് കട്ട് ചെയ്യുകയാണ്. ശ്രീദേവി പിന്നെ ഇങ്ങനെ ഇരുന്ന് ആലോചിച്ചു. ഈ സമയത്ത് മിത്ര ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. മിത്രയുടെ അടുത്തേക്ക് ഗോമതി മീനാക്ഷിയും കൂടെ വരുവാണ്. എന്നിട്ട് മിത്രയോട് എന്താ ഭയങ്കര ഒരു ആലോചനയാണല്ലോ. ഒന്നുമില്ലാന്ന് പറയും. സത്യം പറ എന്താ ഇപ്പൊ ചിന്തിച്ചുകൊണ്ടിരുന്നേന്ന് മീനാക്ഷി ചോദിക്കണം. അത് പിന്നെ ഞാനൊരു ജോലിനെ കുറിച്ചാന്ന് പറയണ. ജോലിയെ കുറിച്ചോ? അതെ. ആര്യൻ തന്നെ എത്രയാ കഷ്ടപ്പെടുന്നേ. പാവല്ലേ ആര്യന്. അവന്റെ കഷ്ടപ്പാട് ഏറെയാന്ന് പറയണേ. എനിക്ക് വേണ്ടിയിട്ട്. അത് മാത്രമല്ല ഇപ്പൊ മാസം വീട്ടിലേക്ക് പണം കൂടെ കൊടുക്കണമല്ലോ. അങ്ങനെ വന്നു കഴിയുമ്പത്തേനും ആര്യന് ഒരു താങ്ങായിട്ട് ഞാനും കൂടെ വേണ്ടേന്ന് ചോദിക്കും. ഇത് കേട്ടപ്പം മീനാക്ഷി ഗോമതിയോട് പറഞ്ഞു, എന്താ ഭാര്യയുടെ കരുതല ഭർത്താവിനോടുള്ള എന്തൊരു സ്നേഹമാണെന്ന് നോക്കി അമ്മേന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടപ്പോ ഗോമതി പറഞ്ഞു, ഇങ്ങനെ വേണം കുട്ടികളായെന്ന് പറയാണ്. അല്ല എന്താ തീരുമാനിച്ചിരിക്കുന്നത്? ഒന്നും തീരുമാനിച്ചിട്ടില്ല. എന്ത് ജോലി ചെയ്യണമെന്ന് അറിയത്തില്ല. പഠിച്ചുകൊണ്ടിരിക്കുവല്ലേ. അപ്പൊ പഠിക്കുന്നതിന് ഒരു ശല്യം ആവുകയും ചെയ്യരുത്. അങ്ങനെ ഒരു നല്ല ജോലി വേണമെന്ന് പറയണം. അങ്ങനെ അവർ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ശ്രീദേവി അങ്ങോട്ടേക്ക് വരുവാണ്. ശ്രീദേവി വന്നിട്ട് ചോദിച്ചു, അമ്മേ ഒരു കാര്യം പറയാനുണ്ടെന്ന് പറയണേ. എന്താ? ആ ടിഫിൻ ക്യാരിയർ എവിടെയാന്ന് ചോദിക്കുകയാണ്. അത് അകത്തുണ്ട്. അതെന്തിനാ മോളെ? അതൊക്കെ ഉണ്ടെന്ന് പറയണം. അല്ല 3 പേരും കൂടെ എന്തായിരുന്നു ഭയങ്കര ഒരു ഗൂഢാലോചന? ഗൂഢാലോചന? എന്തു ഗൂഢാലോചന? ഒന്നുമില്ലാന്ന് പറയണ. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും എന്തോ ഒരു പന്തികൂടെ ഒന്ന് മീനാക്ഷിക്ക്. മീനാക്ഷി ചോദിച്ചു, എന്താ ശ്രീദേവിച്ച് ഇങ്ങനെ ചോദിച്ചേ? അല്ല ഒന്നുമില്ല. പെട്ടെന്ന് മിത്ര പറഞ്ഞു, ഗൂഢാലോചന ഒന്നും ഇല്ല, ഞങ്ങളൊരു ജോലിയെക്കുറിച്ച് ആലോചിച്ചാന്ന് പറയും. ജോലിയെക്കുറിച്ചോ? എന്ത് ജോലി? അത് പിന്നെ എനിക്കൊരു ജോലി വേണം. ഒരു പാർട്ട് ടൈം എന്തെങ്കിലും ജോലി ഉണ്ടോ നല്ലതായിരുന്നു. അപ്പൊ അതിനെക്കുറിച്ച് ആലോചിച്ചാന്ന് പറയണം. അങ്ങനെയാണോ? അങ്ങനെ ഒരു കാര്യം ചെയ്യാം. വല്ല സാമ്പ്രാണിത്തിരി ഉണ്ടാക്കണോ അല്ലെങ്കിൽ വല്ല സോപ്പ് പൊടിയോ സോപ്പ് നിർമ്മാണോ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞെങ്കിൽ നല്ലതല്ലേന്ന് ചോദിക്കണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും മീനാക്ഷി മിത്രയൊക്കെ പരസ്പരം നോക്കണം. അത്രയ്ക്കും മിത്രയ്ക്കും ഇഷ്ടപ്പെട്ടില്ല. ആ സമയം ശ്രീദേവി വീണ്ടും പറഞ്ഞു, എന്നൊരു കാര്യം ചെയ്യാം, അതിനേക്കാൾ നല്ലൊരു പരിപാടിയുണ്ട്. ട്യൂഷൻ എടുത്താൽ പോരെ? ട്യൂഷൻ എടുക്കണം നല്ലതല്ലേന്ന് ചോദിക്കുക. അത് കൊള്ളാം, നല്ല ഐഡിയ ആന്ന് മിത്ര പറയണം. ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു, ട്യൂഷൻ എടുക്കാനായിട്ട്. അല്ലേ മീനാക്ഷി എടുത്തി നല്ലതല്ലേന്ന് ചോദിക്കണം. അത് ശരിയാ, കൊള്ളാന്ന് പറയണം. പക്ഷെ ഒരു കാര്യം ഉണ്ടെന്ന് പറയണേ. എന്താ? എനിക്ക് തന്നെ ട്യൂഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ 8-10 പിള്ളേർക്കല്ലേ എടുക്കാൻ പറ്റുള്ളൂ. പക്ഷെ ഒരാളും കൂടെ ഉണ്ടായിരുന്നു നല്ലായിരുന്നു പറയണം. ഈ സമയം ഗോമതി പറഞ്ഞു, വല്ല LKG UKG പിള്ളേർക്കൊക്കെയാണ് ഞാൻ പറഞ്ഞു കൊടുക്കായിരുന്നു. വലിയ പിള്ളേർക്കൊക്കെ എനിക്ക് പറഞ്ഞു കൊടുക്കാൻ അറിയത്തില്ലെന്ന് പറയണം. ഇത് കേട്ടപ്പോൾ മീനാക്ഷി പറഞ്ഞു, എനിക്ക് ജോലിക്ക് പോകണം, അല്ലെങ്കിൽ ഞാനും പറഞ്ഞു കൊടുത്തേനെന്ന് പറയണം. ഇപ്പോഴൊരു ഐഡിയ കിട്ടിയെന്ന് മിത്ര പറയണേ. എന്ത്? ഒരാളുണ്ട് അതിന് പറ്റുന്നത്. ആ ആൾ എൻ്റെ കൂടെ നിൽക്കുവാണെങ്കിൽ എനിക്ക് കുറെ ആൾക്കാരെ പെൺകുട്ടികളെ കിട്ടുമെന്ന് പറയണം. അതാരാ ആള് എന്ന് ശ്രീദേവി ചോദിക്കുകയാണ്. ശ്രീദേവി അടുത്ത് തന്നെ വേറെ ആരാ? ഞാനോ? ശ്രീദേവി ഞെട്ടിപ്പോയി. അടിമുടി തൊട്ട് ഒരു വിറയലാണ് ശ്രീദേവിക്ക് ഉണ്ടാകുന്നത്. എന്നെ കൊണ്ടാ? അല്ല പിന്നെ. ഒന്ന് ആലോചിച്ച് നോക്കിയേ. ശ്രീദേവി എടുത്തിട്ട് അത്ര വിദ്യാഭ്യാസമുള്ള ആരെങ്കിലും ഈ കുടുംബത്തിലുണ്ടോ? ഇല്ലല്ലോ. MA ലിറ്ററേച്ചർ അല്ലേ, അത് ഇംഗ്ലീഷ് ലിറ്ററേച്ചർ. എന്റെ പൊന്നോ,
ഒന്നും പറയണ്ട, ശ്രീദേവി അടുത്ത് നമ്മുടെ ഒപ്പം കട്ടയ്ക്കുണ്ടെങ്കിൽ നമ്മുടെ ഇവിടെ അങ്ങോട്ട് പൊളിക്കൂന്ന് പറയണം. ശ്രീദേവിനെ വിറയ്ക്കാൻ തുടങ്ങി. ഓ ദൈവമേ, MA ഇംഗ്ലീഷ് ലിറ്ററേച്ചർ കേട്ടിട്ടുണ്ടെന്നല്ലാതെ അതിനെക്കുറിച്ച് ഒരു തേങ്ങയും അറിയത്തില്ല. ഇനിയിപ്പം ഇവളെങ്ങാനും തന്നെ പിടികൂട്ടേണ്ട തീർന്നു. എന്താ ശ്രീദേവി അടുത്ത് എന്താ ആലോചിക്കണമെന്ന് ചോദിക്കുക. ഒന്നുമില്ല എന്ന് പറഞ്ഞോണ്ട് ശ്രീദേവി അകത്തേക്ക് കയറി ഓടുവാണ്. ഈ സമയം ഗോമതി പറഞ്ഞു, അല്ല ശ്രീദേവി ഒന്നും പറഞ്ഞില്ലല്ലോ എന്താ ഏതാ എങ്ങനെയാണെന്നും. ഓ അത് ശരിയാ, ഒന്നും പറഞ്ഞിട്ടില്ലോ എന്ന് പറയാണ്. ഇനിയിപ്പൊ എന്ത് ചെയ്യും? ആ എന്ത് ചെയ്യാനാ അറിയത്തില്ലെന്നൊക്കെ പറഞ്ഞിട്ട് അവരങ്ങ് നിൽക്കുകയാണ്. ഈ സമയം കടയിലേക്ക് ഒരു കസ്റ്റമർ കയറി വരണം. ആ സമയം ധർമ്മൻ സാധനം എടുത്തു കൊടുത്തു. ധർമ്മൻ പറഞ്ഞു, ഇത്ര മതിയോ എന്ന് ചോദിക്കുകയാണ്. എന്താടോ ഇതേ പോരെ, ബാക്കി ഉണ്ടാക്കാനായിട്ട് എൻ്റെ പൈസ ഇല്ല, ഇനി പൈസക്ക് തന്റെ തന്ത കൊണ്ടാ തരുമോ എന്ന് ചോദിക്കുകയാണ്. ഇങ്ങനെ പച്ചയ്ക്ക് ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേനും ധർമ്മൻ ആകെപ്പാടെ ഒന്ന് വല്ലാതായിപ്പോയി. അങ്ങനെ അയാൾ അതും മേടിച്ചോണ്ട് അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോൾ രാമേട്ടൻ പറഞ്ഞു, അതെ പറ്റുന്ന പണിക്ക് പോയാൽ പോരെ, അയാൾക്ക് ഇഷ്ടമുള്ള സാധനം അയാൾ മേടിച്ചോണ്ട് പോകും, അതിന് അയാളെ നിർബന്ധിക്കേണ്ട കാര്യമുണ്ടോ? അതുകൊണ്ടല്ലേ ചീത്ത കേട്ടെന്ന് ചോദിക്കും. ഓ ഇതൊക്കെ എത്ര കേട്ടേക്കുന്നു, അളിയന്റെ കയ്യിൽ നിന്ന് കേൾക്കുന്ന ചീത്തയുടെ 4 പോലും ആയിട്ടില്ലോ എന്ന് പറയണം. ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ ആരും ദിവസം എത്ര കേൾക്കുന്നു എന്നൊക്കെ പറയണം. ആകാശ് പറഞ്ഞു, അത് ശരിയാ, ഇന്നും കൂടെ കേട്ടതേ ഉള്ളൂ, മിക്കവാറും അതിന്റെ ബാക്കിയായിരിക്കും ഇവിടെ വന്ന് പറയാൻ പോകുന്നേ, നമ്മുടെ മേത്തുനിന്ന് കുതിര കയറുമെന്ന് പറയണം. അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ബാലൻ അങ്ങോട്ടേക്ക് വരുന്നത്. രാമേട്ടൻ പറഞ്ഞു, ദേ വരുന്നുണ്ടെന്ന് പറയണം. അങ്ങനെ ബാലൻ വന്നു. ബാലൻ വന്നിട്ട് ആകാശനോടൊക്കെ ആയിട്ട് ചോദിച്ചു, അല്ല നിന്റെ അനിയന് അവൻ ആരാന്നോ അവന്റെ വിചാരം എന്ന് ചോദിക്കുക. പെട്ടെന്ന് ധർമ്മം ചോദിച്ചു, എന്താ പറ്റിയാളിയാ, എന്താ കാര്യം ചോദിക്കാം. അവന്റെ അഹങ്കാരം, ഈ കണക്കിന് അവന് 19,000 രൂപ ശമ്പളം കൂടെ ഉണ്ടായിരുന്നെങ്കിലോ അവൻ നിലത്തങ്ങ് നിൽക്കുവോ, ഒരു ഡെലിവറി ബോയ് ആയിട്ട് പോയിട്ട് അവന്റെ അഹങ്കാരം ഇത്രോ എന്നും പറഞ്ഞ് അങ്ങോട്ട് ഉറഞ്ഞു തുള്ളുവാണ്. ഈ സമയം ധർമ്മം പറഞ്ഞു, അളിയാ അളിയൻ്റെ ഒരു കാര്യം ചെയ്യ്, അളിയൻ ആദ്യം അവനെ ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക, അവന് ഒന്നും അല്ലേലും അളിയന്റെ മോനല്ലേ, ഒരു മോനായിട്ട് കണ്ട് പരിഗണനയെ കൊടുക്കുക, അങ്ങനെയാണെങ്കിൽ അളിയൻ ഈ പറയുന്ന പോലെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തില്ലെന്ന് പറയാം. ഇതേ ധർമ്മ എനിക്ക് അല്ലെങ്കിൽ തന്നെ പെരുത്തിരിക്കുവാന്ന് പറയണം. ഇത് കേട്ടാൻ ധർമ്മനും മനസ്സിലായി, ഇനി ബാക്കി ചീത്തയും കൂടെ കേൾക്കുന്നു. പെട്ടെന്ന് ആകാശ് എന്ത് ചെയ്യണം, നൈസായിട്ട് അവിടെ നിന്ന് അങ്ങോട്ട് മാറിപ്പോണം. എടാ ദ്രോഹി, നീ അങ്ങോട്ട് പോയില്ലേ, അപ്പൊ ഇനിയുള്ള പാര മൊത്തം എനിക്കിട്ടായിരിക്കും വരാൻ പോകുന്നത്. ധർമ്മൻ ആലോചിച്ചു, എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടേ മതിയാവുള്ളൂ. പിന്നീട് എടാ ആകാശെ, നീ എന്നെ വിളിച്ചോടാന്ന് ചോദിച്ചോണ്ട് അകത്തേക്ക് കയറി ഓടുവേണം. ഈ സമയം രാമേട്ടൻ ചോദിച്ചു, എന്താ ബാല ഇത്, അവൻ കൊച്ചുകുട്ടിയൊന്നും അല്ലല്ലോ ആര്യൻ, പിന്നെ അവന്റെ സ്വഭാവം അറിയാവുന്നതല്ലേ, നീ ഈ പ്രായത്തിൽ എങ്ങനെയായിരുന്നു, അതെ ആര്യനെപ്പോലെ തന്നെ ആയിരുന്നില്ലേന്ന് ചോദിക്കാം. അതൊക്കെ ശരിയാ ബാലേട്ടാന്ന് പറയാം, പിന്നെ എന്തിനാടാ നീ അവനോട് ഇങ്ങനെയൊക്കെ ദേഷ്യപ്പെടുന്നേ, നീ ഇതിനേക്കാളും അപ്പുറമായിരുന്നു, എനിക്കറിയാവുന്നല്ലേ നിന്നെക്കുറിച്ചെന്നൊക്കെ ചോദിക്കുകയാണ്. ഈ സമയം പിന്നീട് വീണ്ടും ടിഫിൻ ബോക്സ് കാണാതെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും അതെവിടെയാന്ന് ചോദിച്ചുകൊണ്ട് ഗോമതിയുടെ അടുത്തേക്ക് ശ്രീദേവി വരുവാണ്. പെട്ടെന്ന് ശ്രീദേവിയോട് ഗോമതി പറഞ്ഞൊരു കാര്യം ചെയ്യാം, ഞാൻ അങ്ങോട്ടേക്ക് വരാം, ഞാൻ എടുത്തു തരാമെന്ന് പറയണം. വേണ്ടമ്മേ, ഞാൻ നോക്കിയിട്ട് ഒന്നും കണ്ടില്ല, അമ്മ കൃത്യമായിട്ട് സ്ഥലം പറഞ്ഞു തന്നാൽ മതി എന്ന് പറയണം. അല്ല ഇതെന്തിനാ ഇപ്പൊ ഈ ടിഫിൻ ബോക്സ് എടുക്കണമെന്ന് ചോദിക്കാം. അത് പിന്നെ ഫുഡ് എടുക്കാനോ ആർക്ക്, അത് ആനന്ദേട്ടൻ എന്ന് പറയണം. ആനന്ദിന് എന്തിനാ ഫുഡ് കൊണ്ടുപോണേ, അത് പിന്നെ ആനന്ദേട്ടൻ വിശന്നിരിക്കുമല്ലേ, അതിന് ഹോട്ടലിൽ നിന്ന് കഴിക്കുന്നതാണല്ലോ അവന്, അതൊന്നും ശരിയാത്തില്ലെന്ന് പറഞ്ഞോണ്ട് ശ്രീദേവി അകത്തേക്ക് പോയിട്ട് ടിഫിൻ ക്യാരിയറിനകത്ത് ഫുഡെല്ലാം അങ്ങനെ എടുക്കുവാണ്. ഈ സമയത്ത് ഗോമതി മീനാക്ഷിയും മിത്രയൊക്കെ ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുവാണ്. ഇവിടെ എന്തൊക്കെയാ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, ഇത്രയും കാലം ഇല്ലാത്ത പരിപാടിയാണത്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ എന്ന് കണ്ടത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.